ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഒരു മിനി വ്ളോഗ് കണ്ടാലോ? ഋഷിക്കുട്ട രാവിലെ അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ കിടന്നുറങ്ങിയതായിരുന്നു കേട്ടോ. ഉച്ചയായപ്പോഴാണ് കേട്ടോ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അവന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് കേട്ടോ. ചോറ് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പുറകെ നടന്ന് പിന്നാലെയൊക്കെ നടന്ന് കാക്കേനെയും പൂച്ചേനെയൊക്കെ കാണിച്ചു കൊടുത്താൽ എന്തെങ്കിലുമൊക്കെ അവൻ്റെ വയറ്റിലെത്തുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവൻ കുറച്ച് നേരം ഇരുന്ന് കളിച്ചു കേട്ടോ. പിന്നെ ഉറക്കമൊന്നുമില്ല കേട്ടോ. അങ്ങനെ 4 മണിയായപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു കുറച്ച് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതെടുത്തിട്ട് കലത്തപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് പച്ചരിയിലേക്ക് കുറച്ച് ചോറും കുറച്ച് തേങ്ങയും ഒരു നുള്ള് ജീരകവും ഏലക്ക പൊടിച്ചതും ഒരു നുള്ളുപ്പൊക്കെ ഇട്ടിട്ട് അത് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ അരച്ച കൂട്ടിലേക്ക് ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഋഷിക്കുട്ടൻ വന്നത്. ഋഷിക്കുട്ടൻ പറഞ്ഞു അവന് ഇളക്കണമെന്ന്. അപ്പോൾ അവനിരുന്ന് ഇളക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങാക്കൊത്തൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടത് മൂപ്പിച്ചെടുത്തിട്ട് ആ കൂട്ടിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പണിയൊന്നുമില്ല, ഒരു കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ കൂട്ടങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 15 മിനിറ്റോളം ഇത് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പം ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇതും ചായയാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഋഷിക്കുട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ട് പഴം പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയൊക്കെയോ കരഞ്ഞ് പിടിച്ചൊക്കെ കഴിപ്പിച്ചു കേട്ടോ. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്